കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ അവസരങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് കരുതി കർത്താവിന്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി അപേക്ഷിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാണ്. ഈ ഉപവാസപ്രാർത്ഥനയുടെ ഈ ദിവസവും കർത്താവ് നമ്മോട് ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്തെന്ന് സശ്രദ്ധം കാത്തിരുന്ന് അതുവഴി നടത്തപ്പെടുന്നവൻ നിശ്ചയമായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്തും. മനുഷ്യൻ ആഗ്രഹിക്കുന്ന സ്ഥാനമുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ലക്ഷ്യം അതാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കുവാനിടയായി തന്നത് കഴിഞ്ഞ ദിവസം ഒരു വാക്ക് കേട്ടു. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും. ദുഷ്ടൻ പേടിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് ആപത്ത് സംഭവിക്കും, എനിക്ക് വേദന സംഭവിക്കും, ഇങ്ങനെയുള്ള പേടിക്കുന്നത് തന്നെ അവന് സംഭവിക്കും. അതെന്താണ് അതിന്റെ കാര്യം? ഒരു മനുഷ്യനെ ഞാൻ ഇങ്ങനെ കേട്ടറിവ് എനിക്കുണ്ട്. ആ മനുഷ്യൻ എപ്പോഴും വെള്ളത്തെ പേടിയാണ്. വെള്ളമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ്. ഒടുവിൽ ഒരു കടത്ത് കിടക്കുന്ന സമയം ഒരു വള്ളത്തിലുള്ളവർ എല്ലാവരും മുങ്ങി, ബാക്കിയുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. ഈ മനുഷ്യൻ മാത്രം മരിച്ചു. അപ്പോൾ എല്ലാവരും അന്നേരം പറഞ്ഞു, ഈ മനുഷ്യന് മുമ്പേ തന്നെ വെള്ളത്തെക്കുറിച്ച് ഭയങ്കര പേടിയായി. അതെന്തുകൊണ്ടാണ്? അതാണ് എല്ലാ മനുഷ്യരും അവര് ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കാൻ ഒരു പ്രവൃത്തി, ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് അതിനും പറയുന്നത് അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. ദുഷ്ടൻ ജനിക്കുമ്പോൾ തന്നെ ഒരു അനർത്ഥം അവനുണ്ട്. അവൻ മരിക്കാനുള്ള ഒരു അനർത്ഥം അവനുണ്ട്. അത് അവൻ അറിയുന്നില്ല, പക്ഷെ അവന്റെ പ്രാണൻ അറിയുന്നുണ്ട്. അപ്പൊ പ്രാണൻ അറിയുന്ന ഭയം അവനിൽ ഏത് വിഷയമെന്ന് സ്പഷ്ടമായിട്ട് അറിയില്ല, പക്ഷെ ഭയമായിട്ട് അവന്റെ ഉള്ളിലുണ്ട്. ജീവിതം മുഴുവൻ, ജനിക്കുമ്പോൾ മുഴുവൻ. അതിനാണ് വചനം പറയുന്നത്, ദൈവം സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അനർത്ഥ ദിവസത്തിനായിട്ട് ദുഷ്ടനെയും കൂടെ. അപ്പോ ദുഷ്ടൻ തുടക്കം മുതലേ നമുക്കറിയാം. 58 സങ്കീർത്തനം വായിക്കുന്നത്, ദുഷ്ടന്മാർ ഗർഭം മുതൽ പുരുഷന്മാരായിരിക്കുന്നു. ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ സമയത്ത് രണ്ട് വശം, രണ്ട് സ്ഥലം, രണ്ട് ശക്തികൾ അവിടെയുണ്ട്. ഒന്ന് ദൈവിക ശക്തിയും ഒന്ന് പൈശാചിക ശക്തിയും. ഇവരുടെ രണ്ടുപേരുടെ ഉദ്ദേശം ദൈവത്തിന്റെ പുസ്തകത്തിലുള്ള ഒരു നീതിയുള്ള പ്രജയെ അവർക്ക് കൊടുക്കണം, ഈ സ്ത്രീക്ക് കൊടുക്കണം. ശത്രുവിന്റെ ഉദ്ദേശം അവന്റെ പ്രജയെ കൊടുക്കണം, വാദമായി. അങ്ങനെ വാദിച്ചു കഴിയുമ്പോൾ എണ്ണി എണ്ണി ഓരോ തെറ്റും അവനെടുത്ത് പറയും. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ, ഇന്ന് അവൾ ഏറ്റുപറയാത്ത പാവങ്ങൾ, അവളുടെ ജീവിതത്തിലെ ദുഷ്ടത, അവളുടെ പിതാക്കന്മാർ ചെയ്തത്, അവളുടെ ഭർത്താവ് ചെയ്തത്, ഇങ്ങനെയുള്ള തലമുറകൾ ചെയ്തത് മുഴുവനും എടുത്ത് ശത്രു വാദിക്കും. ദൈവത്തിന്റെ പക്ഷത്തും അവനിൽ നീതിയുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നാൽ അവനിൽ ദൈവം തന്റെ പ്രജയെ കൊടുക്കാൻ തക്ക നീതി ഇല്ല എങ്കിൽ ശത്രുവിന്റെ വാക്ക് സമ്മതിക്കേണ്ടി വരും, അവന്റെ പ്രജയെ കൊടുക്കും. അങ്ങനെയാണ് ദുഷ്ടന്റെ ജനനം. ദൈവത്തിന്റെ സഭയിൽ കടന്നു വരുന്നവര്
അങ്ങനെ ഒരു ദുഷ്ടനെ ഗർഭം ധരിക്കാതിരിക്കാൻ, അങ്ങനെ ഒരു ദുഷ്ട ശിശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ദൈവത്തിന്റെ സഭ ശരിക്ക് അത് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം യഥാർത്ഥത്തിൽ ദൈവസഭയിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ, പല ഇടങ്ങളിലും നോക്കുമ്പോൾ, ഈ സമൂഹത്തിന് തന്നെ ദ്രോഹികളായിട്ട് ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുന്നു, ഏറ്റവും ദോഷികളായിട്ട്. ഒരിക്കലും ഒരു ആളെ കുറിച്ച് വളരെ ദുർഖ്യാതിയെല്ലാം കേട്ട് കഴിഞ്ഞ് അവസാനം ചോദിച്ചപ്പോ ഇയാളുടെ അപ്പനൊരു ബന്ധുക്കുസാരൻ, ഒരു പാസ്റ്റർ. അയ്യോ, ഇവനെന്താ ഇങ്ങനെയായിപ്പോയി, അപ്പോ അത് വിധി, അത് പറയണ്ട. ബന്ധുക്കുസാർക്ക് വിധി എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? പറ്റില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ അപ്പൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീതിയോടെ നടന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ജീവിതം വിശുദ്ധമായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു പ്രജയെ ദൈവം കൊടുക്കാൻ പാടില്ല. വ്യവസ്ഥയാ. പുസ്തകം വായിക്കണം. ഇതാണ് കർത്താവ് നോക്കിയിരുന്നത്. അബ്രഹാമിന് ഒരു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് കർത്താവ് വൈകിയെന്ന് നമ്മൾ പറയുന്നു. 75-ാമത്തെ വയസ്സിൽ വിളിക്കപ്പെട്ടിട്ട് വളരെ നാളുകൾ അങ്ങനെ നടത്തി. ഒടുവില് ഭാര്യയുടെ ഉപദേശപ്രകാരം അബ്രഹാമിനൊരു ശിശുവിനെ കിട്ടി. ആ ശിശുവാണ് ഇസ്മായിൽ. പരിഹാസിയും മഹാശല്യവും ഇന്നും ലോകത്തിന് ഭീഷണിയായിരിക്കുക ആ ഒരൊറ്റ കുട്ടി. അതിൽ നിന്ന് ഉത്ഭവിച്ച സന്തതിയാണ് ഇന്ന് ലോക സമാധാനം കെടുത്തുന്നത്. ലോകത്തിൽ സമാധാനം ഇല്ലാതാക്കുന്ന ഒരൊറ്റ തലമുറ. ഇതെങ്ങനെ അബ്രഹാമിന് ജനിച്ചു? അബ്രഹാമിന് എങ്ങനെ ജനിച്ചു? ആ ജനിച്ചതിനെ കുറിച്ചാണ് 99-ാമത്തെ വയസ്സിൽ കർത്താവ് എന്ന് പറയുന്നത്, അബ്രഹാമേ, നീ നിഷ്കളങ്കനായിരുന്നു, എൻ്റെ മകൻ നിഷ്കളങ്കനായിരുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും. നീ എന്തിനാ വിഷമിക്കുന്നത്? നീ വളവും തിരിവും കാണിക്കുന്നത് എന്തിനാ? നീ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതിനെ കൊല്ലുമെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യയെ ഫറവോന്റെ അരണ്യെ പറഞ്ഞുകൊണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള വളവും തിരിവും ഇന്നും നീ വിളിച്ചിട്ട് ഇത്രയും വർഷമായി നീ വിട്ടുമാറിയിട്ടില്ല. 24 വർഷമായി, ഇന്ന് നീ വിട്ടുമാറിയിട്ടില്ല. ഇതിന്റെ ഈ വളവും തിരിവും ഇരിക്കുന്നത് തൊട്ടത്തോളം കാലം പുസ്തകത്തിലുള്ള നീതിമാനായ ഒരു പ്രജയെ നിനക്ക് തരാൻ പറ്റുന്നില്ല. ആദ്യം നീ നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കും. ആദ്യം ഒരു വിവാഹിതരായ ദൈവത്തിന്റെ മക്കളോട് പറയേണ്ട വിഷയം ഇതാ. ദൈവസഭയില് ദൈവത്തിന്റെ ജനം സൂക്ഷ്മതയോടെ, ദൈവഭക്തിയോടെ, വിശുദ്ധിയോടെ നിൽക്കുന്നുവെങ്കിൽ അവിടെ ഒരു അശുദ്ധ പ്രജ ജനിക്കാൻ പറ്റില്ല. ഇത് കർത്താവ് നോക്കിയിരിക്കുമ്പോൾ വളവും തിരിവേ ഉള്ളൂ മനുഷ്യന്റെ കയ്യിൽ. അപ്പോൾ ശത്രു എതിര് വാദിക്കുമ്പോഴത്തേക്കും ഈ വളവും തിരിവുള്ളവന് നേരായ ഒരു പ്രജയെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് നമ്മൾ 37-ാം സങ്കീർത്തനം പറയുന്നത്, നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാവും. ഈ 3 കാര്യങ്ങളാണ്. നിഷ്കളങ്കത, നേര്, സമാധാന പുരുഷൻ. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവന് ജനിക്കുന്ന ശിശു ഒരിക്കലും മറ്റുള്ളവർക്ക് ഭാരം വയ്ക്കാനോ ബോംബ് വയ്ക്കാനോ പോവില്ല. അവൻ സമാധാന പുരുഷനായിരിക്കും. അങ്ങനെ 99-ാമത്തെ വയസ്സിൽ കർത്താവ് വന്ന് പറഞ്ഞ്, നീ നിഷ്കളങ്കനായിരിക്കെ, കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. 100-ാമത് അടുത്ത വർഷം ഒരു ശിശുവിനെ ലഭിച്ചു. അവനാണ് ഇസ്ഹാക്ക്. ഇസ്ഹാക്കിന്റെ ജീവിതം നമുക്കറിയാം. ഇസ്ഹാക്കിനെ കുറിച്ച് പറയുന്നത് തന്നെ ഇസ്ഹാക്കിന്റെ ഭയമായവനാണ് ദൈവം എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്ന ഇതുപോലൊരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത്ര ദൈവഭയമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ കിട്ടി? അവിടെയാണ്. എന്നാൽ കർത്താവിന്റെ വചനം യൂദയുടെ അമ്മയെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ്. അവന്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകരുതേ, അവന്റെ പിതാക്കന്മാരുടെ അകത്ത് യഹോവ ഓർക്കുമാറാകട്ടെ. യൂദ ജനിച്ചു, ഒരമ്മയ്ക്കും അപ്പനും ജനിച്ചതാ.
ആ ശിശുവിനെ ജനിച്ചിരിക്കും. ഗർഭം മുതൽ ദുഷ്ടന്മാർ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, ദൈവം കൈവിട്ടു. ഇത് ദൈവത്തിൻ്റെതല്ല, അത് ദൈവം അതിന് ഉത്തരവാദിയുമല്ല. അങ്ങനെ പറഞ്ഞ് ദൈവം ഒഴിഞ്ഞു. അവിടുന്ന് ജനിക്കുകയാണ് ഈ ശിശു. ഈ ശിശുവിന്റെ ജീവിതം മുഴുവനും കർത്താവ് തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ആ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് ഇവള് ഗർഭം ധരിക്കുന്ന ഈ ശിശു അവസാനിക്കാനായിട്ട് ഒരു സംഭവമുണ്ട്. യൂദയുടെ അമ്മ യൂദയെ ഗർഭം ധരിച്ചപ്പോൾ അനർത്ഥ ദിവസം അതിനോടുകൂടി നിയമിച്ചിട്ടുണ്ട്. അനർത്ഥ ദിവസം ഏതാ? ഇവൻ അവസാനം പോയി ഇവന്റെ പ്രവൃത്തിയെല്ലാം കഴിച്ചതിന് ശേഷം ഇവൻ കെട്ടി തൂങ്ങിച്ചാവും. അവിടെ നിൽക്കാതെ കയർ പൊട്ടി താഴ്ത്തു വീഴും. അവന്റെ കുടലെല്ലാം തെറിച്ചു പോകും. അങ്ങനെ അവൻ മരിക്കും. ഇതാണ് അവന്റെ ജീവിതാവസാനം. ഇത് യൂദ അറിയുന്നില്ല. കർത്താവിനെ ഒറ്റുകൊടുക്കുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം സഞ്ചരിച്ച പൈസ എടുക്കുമ്പോഴും ഈ വളവും തിരുവെല്ലാം കാണിച്ചു കിടക്കുമ്പോഴും യൂദ അറിയുന്നില്ല. പക്ഷെ യൂദയുടെ പ്രാണൻ അറിയുന്നു. യൂദയുടെ പ്രാണൻ അറിയുന്നുണ്ട്. ആ അറിയുന്നത് കൊണ്ടാണ് അവൻ പേടിച്ചിരിക്കുന്നത്, ഭയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത് എന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വരുന്നത്, അതെങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്ന് സശ്രദ്ധം ആ പ്രാണന്റെ വേദനയിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കി പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിയും. അവൻ അതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയും. പക്ഷെ അതിനുള്ള വിവേകം അവനൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ നീതിമാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. നീതിമാൻ അവന്റെ പ്രാണൻ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുമ്പോൾ അപ്പോൾ തന്നെ അവൻ അന്വേഷിക്കും. എന്തന്വേഷിക്കും? അവൻ പ്രാണനോട് ചോദിക്കും, എൻ്റെ ആത്മാവെ എന്നെ പറ്റിയേ? ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പോവാ, ഒരു യാത്രയ്ക്ക് ഒരുങ്ങുക. എന്താ ഇന്നിപ്പോ ഞാൻ ഈ യാത്രയ്ക്ക് ഒരുങ്ങാൻ സമയത്ത് ആ ഒരുങ്ങുന്ന സമയം മുതൽ എൻ്റെ പ്രാണനൊരു സ്വസ്ഥതയില്ലല്ലോ. എന്താ കാരണം? നീ പറ. ആര് പറയണം? പ്രാണൻ പറയണം. എന്താണ് പ്രശ്നം? എന്താ നീ വിഷാദിച്ചുള്ളൂ ഞരങ്ങുന്നതിന് കാരണം? എന്താ? അവസാനം അവൻ കണ്ടുപിടിക്കും, ഈ യാത്ര ദൈവത്തിന്റെ ഹിതമല്ല, ഈ പ്രവൃത്തി ദൈവത്തിന്റെ ഹിതമല്ല. അതവൻ മനസ്സിലാക്കി വെച്ചിട്ട് അതങ്ങ് തിരുത്തി ഉള്ളിലെ പ്രയാസം തീർന്നു. ഇതാണ് ദൈവത്തിന്റെ ജനത്തിന്റെ വിശ്വാസയാത്ര. അങ്ങനെ പോകുന്നവന് ഒരു അബദ്ധവും ഒരു കഷ്ടവും വരികയില്ല. അല്ലാത്തവൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും. അവന്റെ ജീവപര്യന്തം അവൻ പേടിച്ചിരിക്കും. അവസാനം ആ പേടിയിൽ തന്നെ അവൻ അവസാനിക്കുകയും ചെയ്യും. ഇന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ, നമ്മെ നടത്തുമ്പോൾ, നമ്മുടെ പ്രാണന്റെ അവസ്ഥ അറിയാൻ സശ്രദ്ധം നമുക്ക് കാത്തിരിപ്പാൻ, നമുക്ക് നോക്കിയിരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.